ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ചിക്കനാണ് എടുത്തത്. ഒരു 500 ഗ്രാം തൂക്കമുള്ള സ്പ്രിംഗ് ചിക്കനാണ്. മാരിനേഷന് വേണ്ടിയിട്ട് 6 കാശ്മീരി ചില്ലി, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ മാരിനേഡെല്ലാം നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിലേക്ക് വല്ലാണ്ടാവും. അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പേസ്റ്റ് ലൂസാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മാരിനേഡ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് സമയമുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ്. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. സ്പ്രിംഗ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതേപോലെ തന്നെ ബ്രോയിലർ ചിക്കനിൽ നമുക്ക് ചെയ്തെടുക്കാം. ഏത് ചിക്കനിലായാലും കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാനെടുത്തത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ചിക്കൻ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക. മൂടി വെച്ച് വേവിക്കുമ്പം ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. സ്പ്രിംഗ് ചിക്കൻ പെട്ടെന്ന് തന്നെ വേവുന്ന ചിക്കനാണ്. അതിന് ശേഷം ഒരു ഭാഗം ആയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 7 മിനിറ്റൊക്കെ സമയം മതിയാവും. അപ്പോൾ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ മൂടി മാറ്റിയതിന് ശേഷം 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് വെക്കുക. സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പം എല്ലൊക്കെ നമുക്ക് കടിച്ച് തിന്നാനുള്ള അത്ര ഫ്രൈ ആയി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്ക്, പൊറോട്ടക്ക്, നെയ്ച്ചോറിന് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റും. കുറച്ചും കൂടെ ചെറിയ പീസാക്കി മുറിച്ചിട്ടാണെങ്കിൽ സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീക്ക് നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.